ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ റിസ്ക് കണ്ടു എന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് സിസ്റ്റമാറ്റിക് റിസ്ക് എന്താണെന്നുള്ളത് അറിയണം. കാര്യം നമുക്കറിയാം, ആദ്യം തന്നെ പറഞ്ഞോട്ടെ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഫണ്ടമെൻ്റൽ കോമ്പോണൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. കോമ്പോണൻസ് മീൻസ് പാർട്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. The main two parts of investment is one is return, the amount which we will realize through a period of time, and the next main component is the risk associated with an investment, the amount or the calculation of money which we could lose while we make an investment. അല്ലെ, റിസ്ക് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ റിസ്ക് നമ്മൾ ആദ്യം തന്നെ ബേസിക്കായ റിസ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കണ്ടു. ഇനി അടുത്തത് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ നമുക്ക് ബീറ്റ എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റ് നമ്മൾ കണ്ടെത്തണം. നിങ്ങൾക്കറിയാം, ബീറ്റ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ലെറ്ററാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിലെ ഗ്രീക്കിലാകുമ്പോൾ ബീറ്റ എന്നാണ് പറയുക. ഗ്രീക്ക് വേർഡിൽ അത് ബീറ്റ എന്നാണ്. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷിൽ ബി മാതിരിയാണ്, താഴേക്ക് ഒരു വാലും കൂടി വരുന്നത് മാത്രമേ ഉള്ളൂ ബീറ്റയ്ക്ക്. അപ്പോൾ ബീറ്റ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് രണ്ട് തരം ടെക്നീക്സ് ഉണ്ട്. ഒന്ന് കോറിലേഷൻ മെത്തേഡും ഒന്ന് റിഗ്രഷൻ മെത്തേഡും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് ഇവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കോറിലേഷൻ മെത്തേഡാണ്. അത് തന്നെ നന്നായിട്ട് പഠിക്കാനുണ്ട്. റിഗ്രഷൻ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേണ്ടത്ര പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റിലില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബീറ്റ എന്താണെന്ന് നോക്കാം. അപ്പോൾ ബീറ്റ എന്താണെന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ല. റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് സിസ്റ്റമാറ്റിക് റിസ്കിൽ പറയുന്നത്, സിസ്റ്റമാറ്റിക് റിസ്ക് കോസസ് വേരിയബിലിറ്റി ഇൻ റിട്ടേൺസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദി എക്കണോമി ഓർ ദി മാർക്കറ്റ്. അതായത് മാർക്കറ്റിൽ വരുന്ന വേരിയബിൾസ് കാരണം, അതായത് എക്കണോമിക്സിൽ വരുന്ന വേരിയബിൾ ഷിഫ്റ്റ് കാരണം ഈ നമ്മുടെ റിട്ടേൺസിൽ വരുന്ന വ്യതിയാനങ്ങൾ, വേരിയബിലിറ്റിയാണ് ഈ റിസ്ക് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് റിസ്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മീനിങ് ഓഫ് ബീറ്റ. അപ്പോൾ ബീറ്റ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി വൈൽ യു കാൽക്കുലേറ്റ് സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് ബീറ്റയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ്. അപ്പോൾ ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ സെക്യൂരിറ്റി ഈസ് മെഷേർഡ് ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ കോൾഡ് ബീറ്റ. ബീറ്റ ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ. അതൊരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം നമ്മളെ സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റി ഒരുപാട് കാലമായിട്ട് അപ്പോൾ സെക്യൂരിറ്റി റിട്ടേൺസ് ഒരു ടെമ്പറൽ സീരീസ് ആയിട്ടാണ് കൊടുക്കുക. ടെമ്പറൽ സീരീസ് പറഞ്ഞാൽ ഓരോ ടൈമിൽ വന്ന സെക്യൂരിറ്റീസ് ഇങ്ങനെ ഡാറ്റ, അതായത് ഒരു ടേബിൾ മാറി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ടേബിളർ ഫോർമാറ്റിൽ ടെമ്പറൽ സീരീസ് കൊടുക്കണ നേരത്തെ നമുക്കറിയാം, അതൊരു ടേബിൾ ഫോർമാറ്റൊക്കെ വരുന്ന സാധനത്തിന് നമുക്ക് അനലൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് ഉപയോഗിക്കുക. അതേമാതിരി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് ഈ ബീറ്റ എന്ന് പറയുന്നത്. ബീറ്റ ഈസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് എ സ്റ്റോക്ക് റിട്ടേൺസ് ഇൻ സം മാർക്കറ്റ് ഇൻഡെക്സ് സച്ച് ആസ് സെൻസെക്സ് ഓർ നിഫ്റ്റി. അതായത് മാർക്കറ്റ് ഇൻഡെക്സിന് അനുസരിച്ച് ഇതിന് വരുന്ന, അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെൻസിറ്റിവിറ്റി. ഇപ്പോൾ റിലയൻസിൻ്റെ ഷെയർ അതിപ്പോൾ BSE സെൻസെക്സ്, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെൻസെക്സ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ യൂസ് ചെയ്യുന്നത്. ദ ഡാറ്റ റിക്വയർഡ് ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ബീറ്റ ആർ ഹിസ്റ്റോറിക്കൽ ഡാറ്റ. നമുക്കറിയാം, പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വി ആർ നോട്ട് പ്രെഡിക്റ്റിംഗ് എനിത്തിങ്. നമ്മൾ പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് പാസ്റ്റ് ട്രെൻഡ് ഇത് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബീറ്റേൻ്റെ കൂടെ തന്നെ വരുന്ന സംഗതിയാണ് നമ്മൾ ആൽഫ എന്ന് പറഞ്ഞിട്ട് വേറെ സംഗതി കൂടി വരുന്നുണ്ട്. അത് നമ്മൾ ഇതിന് ശേഷം പഠിക്കും. അതിനുശേഷം നമുക്ക് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ, ക്യാപ് എം എന്നാണ് ഇത് പറയുക. CAPM അല്ല, ക്യാപ് എം. അത് നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കും. ആദ്യം നമുക്ക് ബീറ്റ മെയിനായിട്ട് നോക്കിയിട്ട് വേണം ഇതിലേക്കൊക്കെ കടക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ ടൈമാണെന്ന് വെക്കുക, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇതിപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ്, ഇതിപ്പോൾ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് കൂടുമ്പോൾ ചിലപ്പോൾ നമ്മളെ BSE സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ചിലപ്പോൾ എങ്ങനെ കാണിക്കും, നമുക്ക് അത് അത് വളരെ വോളറ്റൈലായിട്ടാണ് പോവുക. ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പോകും. അപ്പോൾ ഇതിനോട് എങ്ങനെയാണ് ബീറ്റ പോകും, അതായത് ഒരു സ്റ്റോക്ക് ഇപ്പോൾ ബീറ്റാൻ്റെ കേസ്. അപ്പോൾ നമ്മൾ ഓരോ ഷെയറിൻ്റെയും ബീറ്റ കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് 0 കിട്ടിയെന്ന് നോക്കുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ. അങ്ങനെ വരുന്ന നേരത്ത് ഈ ബീറ്റ 0 ആവാന്ന് പറഞ്ഞാൽ റിസ്ക് 0 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ റിസ്ക് 0 ആവുന്ന നേരത്ത് ഒരു ചാഞ്ചാട്ടവും കൂടുകയുമില്ല കുറയുകയുമില്ല. ആ ഷെയറിൻ്റെ റിട്ടേൺ എന്ന് പറഞ്ഞത് നേർരേഖയായിട്ട് പോവുക ചെയ്യുക. കാര്യം ഒരു ചാഞ്ചാട്ടവും അതിനും വരില്ല. ഇത് ചാഞ്ചാടി കൊണ്ടാണ് എന്ത് പോകുന്നത്, ഈ പറയുന്ന നമ്മുടെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മാർക്കറ്റ് ഇൻഡെക്സ് പോകുന്നത്. അത് ഒരുപാട് ഒരു 30 വലിയ ലിസ്റ്റഡ് കമ്പനീസിൻ്റെ ഷെയർ പ്രൈസ് വെച്ചിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ ഇത് അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ കേസാണെങ്കിൽ
അപ്പോൾ ഇത് നമ്മളിപ്പോൾ അതിനനുസരിച്ച് ഒരു സെക്യൂരിറ്റീൻ്റെത് ഇപ്പോൾ ബീറ്റ 0 ആണെങ്കിൽ ദർ ഇസ് നോ റിസ്ക്. അപ്പോൾ റിട്ടേൺ പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒരു നേർരേഖയായിട്ട് പോകും. അത് എന്താണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സുമായിട്ട് യാതൊരുവിധ റെസ്പോൺസും അതിനുണ്ടാവില്ല. ഇഫ് ബീറ്റ ഈസ് 1, ബീറ്റ 1 ആണെങ്കിൽ എന്താണ് അത് ഇതിനോട് പാരലൽ ആയിക്കൊണ്ട് എന്താണ് അധികം കുറഞ്ഞിട്ട് ആണ് പോവുക. പാരലലായിട്ട് ഇതിന് അനുസരിച്ച് പോകും. പാരലൽ ആയിക്കൊണ്ട്, അതായത് കുറച്ച് കുറയും, പക്ഷെ എന്താണ് പാരലൽ ആയിക്കൊണ്ട് അതിനനുസരിച്ചായിട്ട് ആണ് പോകുന്നത്. ഇഫ് ബീറ്റ ഈസ് മോർ ദാൻ 1 ആകുമ്പോൾ ഈ ബീറ്റ ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനിയുടെ റിട്ടേൺ എന്ന് പറയുന്നത് വളരെ വോളറ്റൈലായിട്ടായിരിക്കും പോവുക. ചിലപ്പോൾ തീരെ കുറയാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ തീരെ കൂടാനും ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ലെസ് ദാൻ 1, അതായത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലുള്ള സംഖ്യകളാണ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഈ നേർരേഖയായിട്ട് കുറച്ചൊരു ചാഞ്ചാട്ടം വന്നിട്ട് അതിങ്ങനെ പോകും. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്രാഫ് നിങ്ങൾ പഠിക്കാനോ വരയ്ക്കാനോ ഒന്നും ആവശ്യം വരുന്നില്ല. ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി എന്താണ് ബീറ്റ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ബീറ്റ മീൻസ് എന്താണ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ റിസ്ക് 1-നെക്കാട്ടും കൂടുന്ന നേരത്ത് ചാഞ്ചാട്ടം കൂടും, അല്ല റിസ്ക് കൂടുമ്പോൾ ചാഞ്ചാട്ടം വർദ്ധിക്കും ഷെയറിൻ്റെ. റിസ്ക് ഇപ്പോൾ 0 ആകുമ്പോൾ തീരെ റിസ്ക് ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ചാഞ്ചാട്ടം പോലും ഇല്ലാണ്ട് നേർരേഖയായിട്ട് മുന്നോട്ട് പോകും. ഈ 1-ൻ്റെയും 0-ൻ്റെയും ഇടയിലുള്ള സംഖ്യയാണെങ്കിൽ അപ്പോൾ ചെറിയ സംഖ്യയാണ്, അപ്പോൾ ചെറിയ ചാഞ്ചാട്ടത്തോടു കൂടി അത് സ്റ്റോക്ക് മാർക്കറ്റിന് അനുസരിച്ചല്ലാതെ പോകും. കൃത്യം 1 ആണെങ്കിൽ എന്താണ് അത് കുറഞ്ഞുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് പാരലലായിട്ട് അതിൻ്റെ എന്താണ് ഇൻഡെക്സിന് പാരലലായിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെയാണ് ബീറ്റ മെഷർമെൻറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ മെഷർമെൻറ്റ് ഓഫ് ബീറ്റ 2 മെത്തേഡുകളുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ആദ്യ മെത്തേഡ് എന്ന് പറയുന്നത് കോറിലേഷൻ മെത്തേഡാണ്. അപ്പോൾ കോറിലേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ബീറ്റ ഈക്വൽ ടു കോറിലേഷൻ ഓഫ് റിട്ടേൺ ഓൺ ഷെയർസ് വിത്ത്, അതായത് കോറിലേഷൻ കാണുക, അതായത് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ കോറിലേഷൻ കാണുക, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. പിന്നെന്താണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ റിട്ടേണിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പിന്നെന്താണ് നമ്മുടെ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എന്ന് പറയുന്നതാണ് വേരിയൻസ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് എഴുതിയാൽ മതി, വേരിയൻസ് ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ്. ഇതാണ് ഓരോന്ന് കൊടുത്തിരിക്കുന്നത്. ബീറ്റ എന്താണ് റിട്ടേൺ, അതായത് റിസ്ക്. ബീറ്റ ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് മീൻസ് എന്താണ് റിസ്ക് ഓഫ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് എന്താണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഷെയർസ് വിത്ത് റിട്ടേൺസ് ഓൺ ദ മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാണുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്കിൻ്റെ റിട്ടേൺ, അതായത് നമ്മൾ പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. പിന്നെ അടുത്തത് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്നിട്ട് ആ മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ചെയ്തിട്ട് താഴെ ചെയ്ത് അതിൻ്റെ വേരിയൻസ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബീറ്റ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഫോർമുല. അപ്പോൾ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ എ കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ വൈ ലിമിറ്റഡ്. മിസ്റ്റർ എ എന്ന് പറഞ്ഞ വ്യക്തി വൈ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കോറിലേഷൻ കോവിഷൻ ബിറ്റ്വീൻ കമ്പനീസ് റിട്ടേൺസ് ആൻഡ് ദി റിട്ടേൺ ഓൺ മാർക്കറ്റ്, അതായത് കമ്പനിയുടെ റിട്ടേണും മാർക്കറ്റിൻ്റെ റിട്ടേണും തമ്മിലുള്ള കോറിലേഷൻ കോവിഷ്യൻ്റ് എന്ന് പറയുന്നത് 0.935 ആണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൺ ദി റിട്ടേൺസ് ഓഫ് ദി സ്റ്റോക്ക്, അതായത് സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 14.96 ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൺ ദി റിട്ടേൺസ് ഓഫ് ദി മാർക്കറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10.11 ആണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കാണണം? നമുക്ക് ബീറ്റ കണ്ടെത്താനാണ് പറയുന്നത്. കാൽക്കുലേറ്റ് ബീറ്റ വാല്യൂ, അതായത് റിസ്ക് വാല്യൂ എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഇതെന്താ വരുന്നത്? കോറിലേഷൻ കോവിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു സാധനത്തിനാണ് ഇത് പറയുന്നത്. RIM എന്ന് പറയുന്നതാണ് എന്ത്? കോറിലേഷൻ കോവിഷ്യൻ്റ് ഓഫ് എന്താണ് മാർക്കറ്റ് ഇൻഡെക്സ് ആൻഡ് എന്താണ് സ്റ്റോക്ക്, ഇത് തമ്മിലുള്ള കോറിലേഷൻ. പിന്നെ അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ എന്ന് പറയുന്ന സ്റ്റോക്കാണെന്ത്? ഇത്, അതായത് ഇത് ആദ്യത്തേത്, ഇത് രണ്ടാമത്തേത്, ഇത്. പിന്നെ എന്താണ് മാർക്കറ്റ് ഇൻഡെക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഇത്. അപ്പോൾ ഈ ഒരു വാല്യൂസ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടെത്തണം? ബീറ്റ കണ്ടെത്തണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ബീറ്റാൻ്റെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ നോക്കിയിട്ട് ഇതൊക്കെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഫിഗേഴ്സ് ഇതൊക്കെയാണ്. ഇതെടുത്ത് ഇവിടേക്ക്, ഇതെടുത്ത് ഇവിടേക്ക്,
ഇതെടുത്ത് ഇവിടേക്ക്, ഇതിൻ്റെ സ്ക്വയർ താഴോട്ടേക്ക്. അപ്പോൾ നമ്മളിത് 3 എടുത്ത് എഴുതി, ഓരോന്ന് എടുത്തിട്ട് എഴുതി. ഇനി ഇതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് താഴോട്ടേക്ക് എഴുതണം. അപ്പോൾ 10.11 ഇൻറ്റു, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതി. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ട് ഇവിടെ താഴെയും കൂടി എഴുതിയാൽ മതി. അതാണ് വരുന്നത് എത്ര? 102. അതായത് 10.11ൻ്റെ സ്ക്വയറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 102.21. ഇങ്ങനെ വരും. എന്നിട്ടിത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ എന്താണ്? 1.384 വരുന്നത്. അപ്പോൾ എന്താ അവിടെ ബീറ്റ കൂടുതലാണോ അല്ലെങ്കിൽ റിസ്ക് കൂടുതലാണോ കുറവാണോ? അതിൻ്റെ അസംഷൻ എന്താ? നിങ്ങളുടെ 1ൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എന്താണ്? ഹൈ റിസ്കിയർ. അപ്പോൾ അതേപോലുള്ള മറ്റ് കണക്കുകളാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആദ്യം തന്നെ റിട്ടേൺ ഓൺ മാർക്കറ്റ്, അതായത് ബിറ്റ്വീൻ അതായത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 0.876. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സ്റ്റോക്കിന് റിട്ടേൺ 18.68. പിന്നെന്താണ്? നമ്മുടെ മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ എടുത്ത് താഴെ എഴുതി. അപ്പോൾ ഇവിടുത്തെ ബീറ്റ കിട്ടിയിരിക്കുന്നത് 1.68. അപ്പോഴും ബീറ്റ ഇവിടെ ഹൈ തന്നെയാണുള്ളത്. ഇതേപോലെ മറ്റൊരു കണക്കാണിത്. ഇതിലും ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നതിന് ശേഷമാണ് നമ്മളോട്, പക്ഷേ നമ്മൾ ഇക്വേഷൻ പ്രോപ്പറായിട്ട് ബൈ ഹാർട്ട് പഠിക്കണം. പിന്നെ ഓരോ നമ്പേഴ്സും എവിടെ കൊള്ളിക്കണം എന്ന് കറക്റ്റായിട്ട് അറിയണം. ഏതിൻ്റെ സ്ക്വയർ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ 2 കണക്കുകൾ നിങ്ങളൊന്ന് നോട്ടിലേക്ക് ചെയ്ത് വെക്കുക. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് തുടങ്ങുന്ന നേരത്ത് കാണിച്ചാൽ മതി.